നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സദ്യയിലെ തന്നെ മെയിൻ ഒരു ഐറ്റമായ പച്ചടിയാണ്. ഇന്ന് പൈനാപ്പിൾ കൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പച്ചടി ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കിലോ തൂക്കം വരുന്ന ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നാടൻ വിഭവങ്ങൾ വെക്കുന്നതിന് മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിക്കകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പൈനാപ്പിൾ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൈനാപ്പിളിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയും ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ച പൈനാപ്പിളിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റും കൂടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. പഞ്ചസാരയും ഉപ്പും പൈനാപ്പിൾ അരച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തു. അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1/2 മുറി തേങ്ങ മാത്രം അരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പ്രത്യേകത, തേങ്ങ മാത്രമാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കടുകോ ജീരകോ അതേ കൂട്ടുള്ള ഒരു സാധനവും ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ മാത്രം 1/2 മുറി തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ തിള വരും. അരപ്പൊക്കെ ചേർത്ത് ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ചതച്ചതും ഒരു 4 പച്ചമുളക് ചതച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒരു കാരണവശാലും തിളയ്ക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വറവിൽ ചേർത്ത് കൊടുക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 20 റോസ് മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല സ്വയംബൻ നാടൻ സദ്യ സ്റ്റൈല് പച്ചടി റെഡിയായിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.